ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ട പോലെ നമ്മൾ 75 ഹാർഡ് ചലഞ്ച് തുടങ്ങാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഈ സംഭവം അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അറിഞ്ഞവരുണ്ടാവും. പക്ഷേ ഇപ്പോൾ പറഞ്ഞുതരാൻ നേരമില്ല. ഞാൻ എന്തായാലും ജിമ്മിൽ പോയിട്ട് വന്നിട്ട് പറയാം. ഞാൻ രാവിലെ ഇന്ന് സാധാരണ 6 മണിക്കാണ് നീക്കൽ. അപ്പോൾ ഇന്ന് 5 മണിക്ക് നീച്ചിട്ട് ഫ്രഷായിട്ട് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പണ്ടാരം ഈ സാധനം കുത്തി ചെയ്യുന്നത്, പക്ഷേ ചാർജ് കയറ്റിയ അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിനുള്ള മൂഡ് മൊത്തം പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ സ്റ്റാർട്ട് ചെയ്താലോ ഒന്ന്. അപ്പോഴാണ് ഇതിലത്തെ ഫസ്റ്റ് റൂൾ നമുക്ക് മനസ്സിലായത്, നോ എക്സ്ക്യൂസസ്. എക്സ്ക്യൂസ് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി എന്തായാലും 10 വന്നിട്ട് ജിമ്മ് പോകാൻ നേരത്ത് അപ്പോൾ വീഡിയോ എടുക്കുക, പിന്നെ ബാക്കി അങ്ങോട്ട് അങ്ങനെ കാണിച്ചാൽ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജിമ്മ് പോകാൻ ടൈമായി. ലെറ്റ്സ് ഗോ. നമ്മൾ പ്രീ വർക്കൗട്ട് മീലായിട്ട് പഴമാണ് തിന്നുന്നത്. ആവറേജ് മിഡിൽ ക്ലാസ് പ്രീ വർക്കൗട്ട് മീൽ, അതാണ് പഴം. പഴം പുഴുങ്ങിയിട്ട് ചെയ്യാം. പുഴുങ്ങിയാലൊരു കൊസി ഉണ്ടാവുള്ളൂ. ഒരാൾ കൂടി വരാനുണ്ട്. നമ്മൾ ജിമ്മിൽ പോവും. അതിൻ്റെ റൂൾസൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങളും തുടങ്ങുക, അതെനിക്ക് പറയാനുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ. ഇന്ന് നാളെ, അതിൻ്റെ അപ്പുറത്തേക്ക് നേട്ടരുത്. ഇന്ന് അല്ലെങ്കിൽ നാളെ. നാളെ എന്ന് പറയാൻ കാരണം ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ഇന്ന് പോകണം, എന്നാലേ നാളെ നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ബുക്ക് വായിക്കാണ്ട്, അപ്പോൾ അതൊരു ഇതിലത്തെ റൂളാണ്. അപ്പോൾ നോൺ ഫിക്ഷൻ ബുക്ക് വേണം വായിക്കാൻ. നോൺ ഫിക്ഷൻ ബുക്ക് പറഞ്ഞാൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ബുക്സുകളാണ് വായിക്കേണ്ടത്. അപ്പോൾ ബുക്കില്ലാത്തവരുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിക്കൊണ്ടുവരിക, നല്ലൊരു ബുക്ക് വാങ്ങിക്കൊണ്ടുവരിക, പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക, വായിച്ചു തുടങ്ങാം. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. ജിമ്മിൽ നമ്മൾ വീഡിയോ ചെയ്യണില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യണപ്പോൾ വീഡിയോ എടുക്കും. നമ്മൾ സൗണ്ട് സംസാരിച്ചിട്ട് നോക്കിയാലോ, പാട്ടാണ്, കോപ്പറേറ്റ് അടിക്കും ഗൈസ്. നമ്മുടെ ജിമ്മ് ചെക്ക വേറെ ഒക്കെ ഉണ്ട്, നമുക്ക് വലുത്. ടൈം 9:30. നമ്മൾ സാധാരണ 9:15 തീർക്കൽ, ഇന്ന് 9:30 ഒക്കെ ആവണുള്ളൂ ഗൈസ്. 75 കഴിയുമ്പോഴത്തേന് കഴിഞ്ഞ പാടെ നമ്മൾ ബോഡി റിവ്യൂ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. എന്തായാലും ജിം പോകെ ജിമ്മിൽ നിന്ന് പുറത്ത് പോവാം, വർക്കൗട്ട് ചെയ്യും. ഇതാണ് ജിം ബ്രോ. ഇതാണ് ഇടുക്കിക്കാൻ എടുത്തൂടെ. ഓനക്ക് എന്താ പറയുക, ഫാൻസ് കൂടും, പിന്നെ പെണ്ണുങ്ങൾ മെസ്സേജ് ആവും, ഒക്കെ ആവും. പിന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനില്ല, അതുകൊണ്ടാണ് ഇതിലൊന്നും വരാത്തത്. എന്ത് ചെയ്യാനല്ലേ. മുടിയൊക്കെ ആകെ മറ്റേ സലീമാക്കാനെ പോലെ അയക്കണേ. സലീമാക്കാൻ രാവിലെ നിശ്ചയം ഇങ്ങനെ കയറല്ലോ. നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങണത്. എല്ലാവരും ഇറങ്ങി, നമ്മളാണ് ലാസ്റ്റ്. ആ ഇങ്ങനെ നമ്മൾ ജിമ്മ് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. എപ്പോഴും 75ൻ്റെ റൂൾസ് പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞത് കേസ്. അയ്യോ, ആദ്യം ഫോൺ നോക്കിയിട്ട് കേസ്. അപ്പോൾ ഗൈസ്, 75 ഹാർഡ് ചലഞ്ച് പറയേണ്ടത് ബേസിക്കലി ഒരു ചലഞ്ചാണ്, അത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്കിഷ്ടപ്പെടാത്ത കാര്യം കഷ്ടപ്പെട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ പറയാം വെച്ചാൽ, ഇപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് മെജോറിറ്റി ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടം വെജിറ്റബിൾസിനായിട്ടും. പക്ഷെ അത് അവോയ്ഡ് ചെയ്തിട്ട് എന്താ പറയുക, നല്ല വെജിറ്റബിൾസ്, നല്ല മീറ്റ് മാത്രം കഴിക്കുക, മനസ്സിലായ? പക്ഷേ ജങ്ക് ഫുഡ് പാടെ ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുക, അതും 75 ദിവസം ചെയ്യുക. അതാണ് ബേസിക്കലി 75 ഹാർഡ് ചലഞ്ച് പറഞ്ഞാൽ. ഇതിന് ഏകദേശം 5-6 റൂളുണ്ട്, പിന്നെ നമുക്ക് റൂൾ ആഡ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ റൂൾ പറഞ്ഞാൽ 45 മിനിറ്റ്സ് ഇൻഡോർ വർക്കൗട്ട് ചെയ്യുക, ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്യുക. ഇൻഡോർ മീൻസ് ജിമ്മിന് പോകാൻ പറ്റാത്തവർക്ക്, പൈസ ഇല്ല അങ്ങനത്തെ സാഹചര്യം ഉള്ളവർക്ക് ഹോം വർക്കൗട്ട് ചെയ്യുക.
എക്സ്ക്യൂസസ് പാടില്ല, അതാണ് ഇതിൻ്റെ മെയിൻ. നോ എക്സ്ക്യൂസ് പറഞ്ഞ സംഭവം ഇതിലില്ല. പിന്നെ ഔട്ട്ഡോർ വർക്കൗട്ട് പറഞ്ഞാൽ കാർഡിയോ ചെയ്യണ പോലെ വെച്ചാൽ റണ്ണിങ്, വാക്കിങ്, സ്വിമ്മിങ്, സൈക്ലിങ് അങ്ങനെ. ഇന്ത്യതിപ്പോൾ എന്തായാലും കഴിഞ്ഞു, കാരണം രാവിലെ നീച്ച് പത്രം ഇടണം. അപ്പോൾ അതിനെന്തായാലും കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്ഡോർ കഴിഞ്ഞ് ഇൻഡോർ ഇപ്പോൾ ജിം കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോയി വന്നിട്ടുള്ളൂ. അപ്പോൾ ജിമ്മും കഴിഞ്ഞപ്പോൾ 2 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇന്ന് സംഭവം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് അപ്പം തന്നെ വീഡിയോ എടുത്തു സംഭവം വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പെട്ടെന്ന് ചാർജ് കഴിഞ്ഞു. അപ്പോൾ കുത്തിവെച്ച് പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് കാണിക്കാനും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. 4 ലിറ്റർ എന്നാണ്, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടത്തെറ്റാവും സംഭവം. കാരണം നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം കുടിച്ചാൽ മതി. അമിതമായാൽ അമൃതം വിഷം. ഓക്കെ, അപ്പോൾ എൻ്റെ അത് മറ്റേ ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചാൽ മതി എങ്ങനെ എത്ര വെള്ളം കുടിക്കണമെന്ന്. ഓക്കെ, എൻ്റെത് വെച്ചാൽ 2 ലിറ്ററാണ് എനിക്ക് കുടിക്കേണ്ടത്. എൻ്റെ 52, 53 ഗൈസ്. അപ്പോൾ ഞാൻ ഏകദേശം 2.5 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതിയാവും. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ. പിന്നെ ഉള്ളത്, ദിവസം നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളൊരു പിക്ചർ എടുക്കണം, കുപ്പായല്ലാതെ ഷർട്ട്ലെസ് പിക്ചർ എടുക്കണം. എന്ന് വെച്ചാൽ നമ്മളെ 75 ദിവസം കഴിഞ്ഞിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നോ ഷുഗർ കട്ട് ചെയ്യുക, ഷുഗർ തീരെ പാടില്ല. അത് ചില നാച്ചുറലി ഉള്ള ഷുഗർ പറ്റും, അത് ചിലപ്പോൾ ഷുഗർ വേണം. ഷുഗർ ഇല്ലെങ്കിലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഷുഗർ വേണം. പക്ഷേ എന്താ പറയുക, ഈ ഫ്രൂട്ട്സിലുള്ള അങ്ങനത്തെ ഷുഗറൊക്കെ കുഴപ്പമില്ല. വെച്ചാൽ നമ്മൾ ആഡഡ് ഷുഗർ ഉണ്ടല്ലോ, പഞ്ചസാര, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റുമൊക്കെ. പഞ്ചസാര പ്രത്യേകിച്ച് ഒഴിവാക്കുക. 75 ദിവസം പഞ്ചസാര ഇടാനേ പാടില്ല, അതും ഒഴിവാക്കാം. പിന്നെ നമുക്ക് തേനേനെ വലിയ കുഴപ്പമൊന്നുമില്ല, തേന ഒരു നാച്ചുറൽ ഷുഗറാണ്, അതുകൊണ്ട് തേന് കുഴപ്പമില്ല. പക്ഷേ നല്ല തേനെ യൂസ് ചെയ്യണം, നല്ല തേൻ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ തേനെന്നാലും അമിതമായിട്ട് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്. പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ റൂള് തെറ്റിച്ചാൽ, ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ നമ്മളിത് ആദ്യം തന്നെ തുടങ്ങണം. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ 74 ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും ജങ്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ആ 74 ദിവസം ചെയ്തത് കാര്യം ഉണ്ടാവില്ല. പിറ്റേ ദിവസം ഡേ 1 തൊട്ട് തുടങ്ങണം. ഡേ 1 തൊട്ട് പിന്നെ ഇങ്ങനെ 2, 3, 4 അങ്ങനെ പിന്നെയും പോകണം. അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് നമുക്കിതിൽ കുറേ ഉപകാരങ്ങളുണ്ട്. സൈഡിലൊക്കെ ഇവിടെ അതിൻ്റെ പോസ്റ്റർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പറയേണ്ടത്, ഞാൻ ഇതിൽ ആഡായിട്ട് ചേർത്തത് 2 സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഇൻകം സ്കില്ല്, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല 2 സ്കില്ല് പഠിക്കുക എന്നാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഇതിൽ ബേസിക്കലി ഇതിലത് ഇല്ല, പക്ഷെ ഞാൻ ആഡ് ചെയ്താലും ഒന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കുക. അത് ഒരു മെയിൻ ഘടകമാണ്, കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിക്കാൻ ഞാൻ ചൂസ് ചെയ്തത് വീഡിയോ എഡിറ്റിംഗ് ആണ്. കാരണം എനിക്ക് എന്തായാലും ഇത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിച്ചാൽ അത് ഗുണമുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളിത് തുടങ്ങുക, അത് എനിക്ക് പറയാനുള്ളത് ഗൈസ്. എൻ്റെ ഒപ്പം തുടങ്ങുക. അതോ പിന്നെ വേറൊരു കാര്യം വിട്ടുപോയി, നമ്മൾ ബുക്ക് വായിക്കണം. എന്നുവെച്ചാൽ നോൺ ഫിക്ഷൻ ബുക്സ്, ഈ കഥ, നോവൽ അങ്ങനത്തെ ഒന്നും പറ്റില്ല. നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ബുക്ക്, വെച്ചാൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബുക്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് ഉണ്ട്, സൈക്കോളജി ഓഫ് മണി ഉണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ, അങ്ങനത്തെ പലതരം ബുക്കുണ്ട്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ഉണ്ട്, അങ്ങനത്തെ പല ബുക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വെക്കുക, ഡെയിലി 10 പേജസ് വെച്ച് വായിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ ചലഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ ചലഞ്ച്. അപ്പോൾ മാക്സിമം നമ്മൾ 75 ഹാർഡ് കംപ്ലീറ്റ് ആക്കാൻ നോക്കണം. ഞാൻ എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ നോക്കും. കാരണം ഇന്ന് കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ചേക്കന്മാർ വിളിച്ചു തുടങ്ങി, അവിടെ പോവാന്ന്. അപ്പോൾ നോ പറയുന്ന സ്ഥലത്ത് നമ്മൾ നോ പറയണം, അത്രേ ഉള്ളൂ. നമുക്ക് വരാൻ കഴിയില്ലെന്ന് വെച്ചാൽ ഒരു വിളിക്കുമ്പോൾ നമുക്ക് പോകണമെന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഈ ടാസ്കുകൾ ചെയ്തെടുക്കാൻ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിനും പോരുത്. പറ്റണ മാക്സിമം സ്പീഡിൽ ടാസ്കുകൾ ചെയ്ത് തീർക്കുക. എന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ വ്ളോഗ് അറിയേണ്ടത് അത് വലിയ എഡിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ അങ്ങനെ ഇടും. വലിയ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ഗെറ്റപ്പിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പെരിയിൽ എങ്ങനെയാണോ അതേപോലെ ഈ വ്ളോഗിൽ നമ്മൾ കാണും, അത്ര ഗൈസ്. ഇനിയിപ്പോൾ മുട്ട പീങ്ങാൻ വെച്ച് വേണം. അപ്പോൾ അത് തിന്നാൻ മുട്ട പ്രോട്ടീനാണ് ഗൈസ്. എനിക്ക് മെയിനായിട്ട് ഇത് കിട്ടില്ല, എത്ര ആയാലും കിട്ടില്ല. കാരണം പ്രോട്ടീൻ അത്യാവശ്യം നല്ല പൈസ പൊട്ടുന്ന പരിപാടിയാണ്.
100 ഗ്രാമൊക്കെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ്. അതായത് നമ്മൾ മുട്ട പീങ്ങാൻ വെച്ചോണം നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെയാണ് ഞാൻ ഒരു ഇത് വെച്ചിട്ടുണ്ട്. വെച്ചാൽ തിന്നതിന് മുമ്പ് തന്നെ ഒരു ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാം. എന്നാൽ പിന്നെ അത് അത്രയും പോയല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ആദ്യം നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഇത് പഠിക്കാം. ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്ത് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഈ ജൂലൈ പറഞ്ഞ മാസം മൊത്തത്തിൽ അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു. അത് ഫുള്ള് റീൽ സ്ക്രോൾ ചെയ്യുക, ഇങ്ങനത്തെ പണി തന്നെയായിരുന്നു ഫുള്ള്. പക്ഷെ നമുക്ക് ഇനി തിരിച്ചു വരണം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് പഠിക്കണം. അങ്ങനെ തുടങ്ങാം ഗൈസ്. നിങ്ങളെ റൂമിൽ ഇതേപോലെ ഒരു കുപ്പി വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്നാലാണ് നമുക്ക് ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുപ്പി കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ കഴിയും. മറ്റേ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. പിന്നെ ഇതാണ് എന്താ പറയുക, ഞാൻ വായിക്കുന്ന ബുക്ക് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ഇത് ഏകദേശം പകുതി ആയിട്ടില്ല, 10 പേജ് ആയിട്ടുള്ളൂ. 350 പേജ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് കാണാനുള്ള വീഡിയോ ഉണ്ട്. ഞാനിതാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനൽ പേരെന്തേനു, ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. നല്ല ചാനലാണ് ഗൈസ്, നല്ല ക്ലാസ്സാണ്. ഇതിന് മുമ്പ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 7ാമത്തെ ലെസണാണ്. ഇവിടെ തൊട്ട് നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. പിന്നെ ഡെയിലി ഇംഗ്ലീഷിൻ്റെ ഒപ്പം പുതിയ 5 വേർഡ്സ് പഠിക്കുക ഗൈസ്. എല്ലാ ദിവസവും 5 വേർഡ്സ് പുതിയതായിട്ട് പഠിക്കുക. അതും ഇംഗ്ലീഷിൻ്റെ ഒപ്പം ഉള്ള സംഭവമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ട് വരും. ആ വീഡിയോ കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് വീഡിയോ ആണ്. ആക്ച്വലി ഒരു ദിവസം 2 വീഡിയോ കാണണം നമ്മൾ. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് നിങ്ങളനുസരിച്ച് ടൈമിനനുസരിച്ച് ചെയ്യാം. സംഭവം എന്താണെന്ന് വെച്ചാൽ കോംപ്രഹെൻസിബിൾ ഇൻപുട്ടാണ്. അത് ആക്ച്വലി നമ്മൾ കണ്ട് പഠിക്കുക ഗൈസ്. ഒരു കാര്യം കണ്ട് പഠിക്കുക. ആക്ച്വലി ഉദാഹരണത്തിന് ഇപ്പോൾ ദിസ് ഈസ് എ ഡോർ എന്ന് പറയുമ്പോൾ ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യണേ. ആക്ച്വലി ഐ ആം ഓപ്പണിങ് ദ ഡോർ. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഐ ആം ക്ലോസിങ് ദ ഡോർ. അപ്പോൾ ഇതാണ് സംഭവം കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് പഠിയുമെന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് പഠിക്കല്ലേ. അപ്പോൾ ഇതിൽ ഈവൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓരോ ഡെയിലി ലൈഫ്, അങ്ങനെ ട്രാവൽ, അതിനിടയിലൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുക. അതിങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായി നമ്മൾ മൈൻഡിൽ കയറിയ സംഭവം. അപ്പോൾ ഇങ്ങനെയാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 വേർഡ്സ് കൂടി പഠിച്ചാൽ നമ്മളെ ലേണിംഗ് ഇംഗ്ലീഷിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ ഇന്ന് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ 11 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല. പക്ഷേ സാധാരണ 9 മണി ആകുമ്പോൾ തിന്നുന്നതാണ്. നമ്മൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നോക്കണം. കാരണം 11 മണി ആയാലും കുറച്ച് ഓവർ ടൈമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 മണിക്ക് മുമ്പായിട്ട് കഴിക്കണം. ഇന്നിപ്പോൾ നമ്മൾ എണീക്കാൻ നേരം വൈകി, ഫോൺ ചാർജ് കഴിഞ്ഞു. അപ്പോൾ എണീക്കാൻ നേരം വൈകി, അതുകൊണ്ട് ഒക്കത്തിനും നേരം വൈകി. അപ്പോൾ നാളെ മുതൽ കറക്റ്റ് ഷാർപ്പ് ടൈമിലൊക്കെ ചെയ്യണം. എന്നാലേ നമ്മളെ ഒരു ഡേ മൊത്തത്തിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് പോവുള്ളൂ. അപ്പോൾ ഇനി ഇതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. പിന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഡേ 1 കഴിഞ്ഞു, ടാസ്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ 5 വേർഡ്സ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെയാണ് 5 വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞു. ഇനി പെട്ടെന്ന് ഫ്രഷായിട്ട് കുളിച്ചിട്ട് എന്തെങ്കിലും തിന്നണം ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല. 11:30 ഗൈസ്. അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. 11:30 ഗൈസ്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. ഇന്ന് ജുമുഅയുള്ള ദിവസമാണ്. അപ്പോൾ പള്ളി പോകാണ്ട്. അപ്പോൾ ഇന്ന് ടൈം വളരെ കുറവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ക്ലിനിക്ക് പോകാണ്ട്. അത് 3 മണിക്കാണ്, സാധാരണ 5 മണിക്കാണ്. പക്ഷേ ഇന്ന് സിസ്റ്റർ ലീവാണ്. അപ്പം 3 മണിക്ക് എന്നോട് കയറാൻ പറഞ്ഞതാണ്. അപ്പോൾ അതും പോകാണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ടാസ്ക് കംപ്ലീറ്റ് ആക്കി. നിങ്ങൾ ഓരോ ദിവസം ചെയ്യാനുള്ള ടാസ്ക് തലേ ദിവസം തന്നെ എഴുതി വെക്കുക. ഒന്നെങ്കിൽ ഫോണിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ഗൈസ്. എന്നാലേ ഇങ്ങോട്ട് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ പ്രത്യേക ഒരു മനസ്സുഖമാണ് ഗൈസ്. ഇതിപ്പോൾ ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞു. ഇനി വെള്ളം കുടിക്കാണ്ട്, വെള്ളം 1/2 ലിറ്റർ കഴിയാനായി. 1 ലിറ്റർ ആയിട്ടില്ല, 1/2 ലിറ്റർ കഴിയാനായി. ഇനിയുണ്ട് ഗൈസ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപ്പുട്ടും ഒരു മുട്ടയും ഉണ്ട്. പിന്നെ പട്ടാണി കടലക്കറിയും. ചായയിലുമ്പോൾ മധുരം ഇട്ടുക്കണം അതിൽ തന്നെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നില്ല. ചായ പിന്നെ ഉണ്ടാക്കാനും ഇല്ല. കാരണം ഞാൻ ചായ ലവറല്ല. ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കും, ഇല്ലെങ്കിൽ ചായ കുടിക്കില്ല. അത്രയൊന്നും
ചായ നമ്മൾ മധുരടല് ഒഴിവാക്കിയിട്ടാണ്. ഷുഗർ കട്ട്, ഷുഗർ കട്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ 12 മണിയായി ഗൈസ്. ടൈം 12 മണിയായോ? ഇല്ല, 11:45, 11:47 അപ്പോൾ 12 മണിയായത്. ഇതുവരെയായിട്ട് ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്തിട്ടില്ല ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ 75 ആർട്ട് ചലഞ്ച് തുടങ്ങിയതുകൊണ്ട് തോന്നണം. കാരണം ഇംഗ്ലീഷ് അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ടൈം മുഴുവൻ റീൽസ് സ്ക്രോൾ ചെയ്തേരം. അത് പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് ആ ടൈം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ച്. മനസ്സിലായോ? പിന്നെ എന്തൊക്കെയാണ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ചലഞ്ച് തുടങ്ങുകയാണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റഡ് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. ചലഞ്ച് അക്സെപ്റ്റഡ് പറഞ്ഞിട്ട് ഒരു പുകയും കൂടി വിട്ടാളി, ഒരു തിരിയും പുകയും കൂടിയാണ് വിട്ടാളി. അതിൻ്റെ അങ്ങോട്ട് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡേ 1 കംപ്ലീറ്റഡ്, ഡേ 2 കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ഇന്ത്യയിൽ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു നേക്കുണ്ടാവും. എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിടക്കാൻ നേരത്ത് ഡേ 1 കംപ്ലീറ്റഡ് ആകുമ്പോൾ ഒരു മനസ്സുഖമുണ്ട് ഗൈസ്. ശരിക്കും ഒരു മനസ്സുഖമുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാം നമുക്ക് ചെയ്ത് തീർക്കുന്ന ടാസ്ക് മൊത്തം ചെയ്ത് തീർത്തിട്ട് അങ്ങനെ ടിക്കറ്റ് പോയിക്കാണ്ട് ലാസ്റ്റ് കിടക്കാൻ നേരത്ത് ഭയങ്കര സുഖമാണ് ഗൈസ്. കാരണം നമ്മൾ ഈ എന്താ പറയുക, ഈ ഒരു ദിവസം വേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൂമെൻറ്റ്. ഹായ് ഗൈസ്. ജുമാ പോകാൻ നേരമായി. ഇപ്പോൾ പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ ജുമ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടാസ്ക് ഉണ്ട്. 3:30 നമ്മൾ ക്ലിനിക്ക് പോകേണ്ട ഗൈസ്. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി ബേസിക്കലി കുറേ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ എനിക്കൊന്ന് അഡ്വാൻസ് ലെവലിലൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം വീഡിയോ എഡിറ്റിംഗ് കൊണ്ട് കുറേ ഉപകാരമുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ. ഓക്കെ, നിങ്ങൾ ഇത് തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 75 ആർട്ട് ചലഞ്ച് എൻ്റെ കണ്ട് ഇൻസ്പയർ ആയി തുടങ്ങിയാൽ എനിക്ക് അത്രയും സന്തോഷം ഉണ്ടാവും. കാരണം ആരെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അപ്പോൾ ഗൈസ് ടൈം കളയില്ല. ഇന്നലെ വരെ നമ്മൾ വെറുതെ ടൈം കുറേ കളഞ്ഞാണ്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് ടൈം കളയാൻ തീരെയില്ല. കാരണം 75 അത്രക്കും നമ്മൾ എന്താ പറയുക, അത്രക്കും നമ്മൾ ഡെഡിക്കേഷനോടെ ചെയ്യും ഗൈസ്. പക്ഷേ ഇത് ഇന്ന് മാത്രം ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ നമ്മൾ മാക്സിമം ശ്രമിക്കും. പറ്റണം അത്ര നമ്മൾ പോകും. 75 മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. പറ്റില്ലെങ്കിൽ നമ്മൾ വീണ്ടും തുടങ്ങും. അത്രേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഇത് ഈ സംഭവം തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വരില്ലേ. ഒരു പരിപാടി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോണ്ടിച്ചേരി വരെ പോകാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഈ സംഭവം ഭയങ്കര ഹാർഡാവും. പക്ഷെ നമ്മളിത് ചെയ്ത് തീർക്കണം. അതിലാണ് നമ്മളെ സക്സസ്. ഓക്കെ, എന്തായാലും ഈ പരിപാടി ഒന്ന് കേട്ടെ. അങ്ങനെ എഡിറ്റിങ്ങിൻ്റെ സംഭവം കഴിഞ്ഞു വെച്ചാൽ ഇന്ന് അതിനെപ്പറ്റി ഒരു കാര്യം പഠിച്ചു, അത്ര പറയുള്ളൂ. കാരണം വലുതായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. വെച്ചാൽ ഈ ഫോണിൽ നിന്ന് എങ്ങനെ ലാപ്ടോപ്പിക്ക് ഈ മറ്റേ USB കേബിൾ അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യലെന്ന് പഠിച്ചു ഗൈസ്. ചിലർക്ക് അറിയുണ്ടാവും, പക്ഷേ ഞാൻ അപ്പോഴാണ് അറിയേണ്ടത്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ എന്താ പറയുക, നമ്മളെ താഴെയുള്ളവർക്ക് ഒരു കാര്യം അറിയാം, നമുക്ക് ആ കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ വെറുതെ നമുക്ക് അറിയാമെന്നുള്ള മൈൻഡിൽ നിൽക്കാതെ നമുക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറയാം. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയണം. എന്നാലേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അല്ല വെറുതെ ചാടിട്ട് എന്നാൽ ഒന്നും അറിയണ്ടാവില്ല. വോയിസ് സമയം 2:25 ഇനി ചോറ് വയ്ക്കണം. നേരെ 3 മണിക്ക് ക്ലിനിക്ക് പോകണം. എന്തേ മച്ചാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അത് പറയും. അത്രോടെ എന്ത് പരിപാടി? എന്താ മുട്ട പൊരിക്കുന്നു? ഓ മൈ ഗോഡ്, കറക്റ്റ് സാധനം ഓല്ലേ. ഗ്യാസ് ഓഫാക്കി പോടാ. ഇതാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ മുട്ട പൊരിച്ചുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, താളുകറി എന്തോ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് കാര്യം വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം അല്ല ഓയിൽ കട്ട് പറഞ്ഞാൽ പിന്നെ മുട്ട പൊരിച്ച് തരുന്നുണ്ട്. സോ ഗൈസ് അങ്ങനെയല്ല ഗൈസ്. ഓയിൽ കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം. ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഭയങ്കര എന്താ എണ്ണയിട്ട് ഉണ്ടാക്കണ സംഭവങ്ങൾ ഒഴിവാക്കണം. എന്നുവെച്ചാൽ പോസ്റ്റ് അങ്ങനത്തെ പിസ്സ, ബർഗർ അങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കാം. അല്ലാതെ എണ്ണ പറ്റ ഒഴിവാക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. കാരണം എല്ലാ കറിയിലും വറവിടും, അപ്പോൾ എണ്ണ യൂസ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നും തിന്നാൻ കഴിയില്ല.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഈ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് ഒഴിവാക്കുക, പ്രോസസ്ഡ് നമുക്ക് ഒഴിവാക്കുക, ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുക, ബേക്കറി ഐറ്റംസ്, ഷുഗർ ഐറ്റംസ് ഒഴിവാക്കുക ഗൈസ്. അപ്പോൾ അങ്ങനെ പിന്നെ തിന്നിട്ട് വരാം. ഇതിൽ പപ്പടം എടുത്തിട്ടില്ല, അച്ചാർ എടുത്തിട്ടില്ല, ബിക്കോസ് ഉപകാരമില്ല. അതിന് പ്രത്യേകിച്ചൊന്നും ഗുണമൊന്നുമില്ല. മുട്ടയ്ക്ക് പ്രോട്ടീൻ ഉണ്ട്, എന്തൊക്കെയൊക്കെ ഉണ്ട്. തിന്നിട്ട് വരാം. പിന്നെ ഗൈസ് ഇവിടുത്തെ എണ്ണ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ എന്താ പറയുക ശുദ്ധമായ എണ്ണയാണ്. ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി ഇവിടെ നിന്ന് തന്നെ ഉണക്കി ആട്ടി അങ്ങനെ മില്ലിൽ പോയി ആട്ടി അങ്ങനെ ഉണ്ടാക്കുന്ന എണ്ണയാണ്. സോ ബെനിഫിറ്റ്സേ ഉള്ളൂ. ഓക്കെ, ഇനി വന്നിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് ക്ലിനിക്ക് പോകാൻ ടൈമായി. സമയം 2:50. 3 മണിക്ക് ഇവിടെ എത്തണം. യാ, ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മളിപ്പോൾ ക്ലിനിക്കിലാണ്. ഇപ്പോൾ ആരുമില്ല, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഗൈസ് ഇതുവരെയായിട്ട് ഞാൻ റീൽ സ്ക്രോൾ ചെയ്തിട്ടില്ല ഗൈസ്. ജസ്റ്റ് സ്റ്റോറി നോക്കുക, അല്ലാതെ റീലൊന്നും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുക 25 day വണ്ണല്ല, അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ആവേശമായിരിക്കും. പക്ഷെ എന്താ പറയുക ഇതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. റീൽ സ്ക്രോൾ ചെയ്യേണ്ട അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ കുറയ്ക്കുക ഗൈസ്, അത്ര നല്ലതൊന്നുമല്ലല്ലോ. പിന്നെ ഫീഡ് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഫീഡ് നല്ലതാണ്, പക്ഷേ ഇടയ്ക്ക് അറിയാതെ വന്നാൽ പിന്നെ ഇങ്ങനെ മാറി ഇങ്ങനെ പോകും. അതുകൊണ്ട് സ്ക്രോൾ ചെയ്യണം ഗൈസ്. യൂട്യൂബിൽ നല്ല പോഡ്കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ടൈം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇത് കണ്ടിട്ട് എന്ത് കാര്യം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വേണം, അത് വേണം. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ. യാ ഗൈസ്, ഇനിയിപ്പോൾ 8 മണിയാവും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. അതുവരെ ഇവിടെ തന്നെ ഗൈസ്. അങ്ങനെ നമ്മൾ ക്ലിനിക്ക് കഴിഞ്ഞു. 8:54 ഗൈസ്. 8 മണി കൂട്ടേണ്ടതാണ്. ഇന്ന് ക്ലോസ് ചെയ്യാൻ നേരത്തെ ഒരു പേഷ്യൻ്റ് ഉണ്ടോ, അപ്പോൾ അങ്ങനെ നേരമായി ഗൈസ്. കൂട്ടാം നേരത്തെ കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് ഒന്ന് എന്നാലും നമ്മൾ 10 മണിയാകുമ്പോഴത്തേനും മാക്സിമം 10 മണിയാകുമ്പോഴത്തേനും കിടന്നുറങ്ങണം. കാരണം ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതൊക്കെ ഇതിലുള്ള റൂളല്ല, പക്ഷെ നമ്മൾ മാറ്റണം ഗൈസ്. ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ മാറ്റണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇനി ഇപ്പം എന്താ പണിയെന്ന് വെച്ചാൽ ചോറ് വയ്ക്കുക, നിസ്കരിക്കുക, പിന്നെ എന്താ പറയുക പിക്ക് എടുക്കുക, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ ബുക്ക് വായിക്കുക, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞു, നിസ്കരിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ബുക്ക് വായിക്കാം. ബുക്ക് വായിക്കണം, പിക്ക് എടുക്കണം. അതാണ് കേസ്. ഇതണ്ട ടീച്ചേഴ്സ് പുതുപ്പറമ്പ എൻ്റെ NSSൻ്റെ ജേഴ്സിയാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉപകാരം. അതിൽ പൈസ കൊടുത്ത് പോയതല്ല, എന്തായാലും ഇട്ടെടുക്കണ്ടേ. അതുകൊണ്ട് പേരിൽ ഇങ്ങനെ ഇട്ടെടുക്കും ഇങ്ങനെ. അപ്പോൾ ഇനി ബുക്ക് വായിക്കണം ഗൈസ്. യാ പിന്നെ ഗൈസ് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല. ഇത് കുടിച്ചാൽ 2.5 ലിറ്റർ ആവും. കുറച്ച് ക്ലിനിക്കിൽ നിന്ന് കുടിച്ചു. പിന്നെ ഇതിപ്പോൾ ഒരു ഇത്ര ഉണ്ടാവും. ഇതിപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ വാട്ടർ അതും കഴിഞ്ഞു ഗൈസ്. 2.5 ലിറ്ററിൻ്റെ അത് സംഭവം കഴിയും. ഓക്കെ, ബുക്കും വായിച്ചു കഴിഞ്ഞു. പിന്നെ വെള്ളം കുറച്ചുകൂടി ഉണ്ട്, അവിടെ കുടിക്കാം. അപ്പോൾ 2.5 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പിക്ക് എടുക്കുക, നേരെ കിടന്നുറങ്ങുക ഗൈസ്. അങ്ങനെ എല്ലാ ചലഞ്ചും കഴിഞ്ഞു. എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ day 1 ഇന്ന് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. എന്താ പറയുക, ഓയില്, ജങ്ക് ഫുഡ് അങ്ങനത്തെ സംഭവമൊന്നും കഴിച്ചിട്ടില്ല. ഷുഗർ കട്ട്, ഒരു മധുരം പോലും കഴിച്ചിട്ടില്ല. ഇവിടെ പായസം വരെ ഉണ്ട്, പക്ഷെ ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇന്ന് ഞാൻ 24 മണിക്കൂർ ഞാൻ എന്താ പറയുക യൂട്ടിലൈസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ 24 മണിക്കൂർ ഞാൻ ഒരു മിനിറ്റ് പോലും വെറുതെ കളയാതെ, അല്ലെങ്കിൽ വെറുതെ റീൽ സ്ക്രോൾ ചെയ്യാതെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണാതെ ഞാൻ ഇന്നത്തെ ദിവസം തീർത്ത് ഗൈസ്. ഇനി ഉറങ്ങാൻ മാത്രമേ ഉള്ളൂ ബാക്കി. അതും കറക്റ്റ് ടൈമിലാവണം. 9:55
10 മണിക്ക് നമുക്ക് കിടന്നാൽ ഇപ്പോൾ കിടന്നാൽ 5 മണിക്ക് എണീക്കാം ഇൻഷാ അല്ലാ. 7 മണിക്കൂർ ഉറക്കം എന്തായാലും വേണം. അപ്പോൾ ഗൈസ് അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ചലഞ്ച് തുടങ്ങുക, അതേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ചലഞ്ച് തുടങ്ങുക, ജീവിതത്തിൽ കുറച്ച് ഡിസിപ്ലിനൊക്കെ വേണം, അത്യാവശ്യമാണ്. പിന്നെ കൺസിസ്റ്റൻസി വേണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാനൊക്കെ ചിലപ്പോൾ ഈ കൺസിസ്റ്റൻസി സംഭവം എനിക്ക് പണ്ടേ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇന്നിപ്പോൾ വേണമെങ്കിൽ 100K ഒക്കെ അടിച്ചിട്ടുണ്ടാവും. കാരണം അതിനു മാത്രം ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തന്നിട്ടുണ്ട്. ഏകദേശം 1-2 വർഷത്തോളം ഞാൻ വീഡിയോ ഇടാൻ തന്നിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി മെയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ചലഞ്ച് എന്താ പറയുക കൊണ്ടുപോയി വിചാരിച്ചത്. കാരണം ഈ ചലഞ്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ വരും, കൺസിസ്റ്റൻസി വരും, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നിങ്ങൾ ചലഞ്ച് ചെയ്യുക. ചലഞ്ച് തുടങ്ങുന്നുള്ളവർ ചലഞ്ച് അക്സെപ്റ്റഡ് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് തുടങ്ങുക. ഡേ 1 എന്നിട്ട് ഓരോ വീഡിയോ ഒക്കെ എത്തും. ഡേ 1 കംപ്ലീറ്റഡ്, ഡേ 2 കംപ്ലീറ്റഡ് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ഒപ്പം തന്നെ പോരാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡേ 2 ആയി അടുത്ത ദിവസം കാണാം ഗൈസ്. ബൈ.